അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം. 1950 നവംബർ 1 പിയൂസ് 12 പാപ്പയാണ് മാതാവിന്റെ സ്വർഗാരോപണം കത്തോലിക്ക സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യകാമാതാവ് ഭൂമിയിലെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത്. വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്നതനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ മരണസമയത്ത് വിശുദ്ധ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. 3-ാം ദിവസം അവിടെ എത്തിയ തോമാസ് ലീഹ മാതാവിന്റെ മൃതശരീരം കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പത്രോസിന്റെ അനുവാദത്തോടെ അവർ കല്ലറ തുറന്നു. എന്നാൽ അവിടെ മാതാവിന്റെ ഭൗതിക ശരീരം ഉണ്ടായിരുന്നില്ല. തുടർന്ന് മാതാവ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് തന്റെ പുത്രന്റെ അടുത്തേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു പോരുന്നു. 6-ാം നൂറ്റാണ്ടു മുതൽ പൗരസ്ത്യ സഭയിൽ മറിയത്തിന്റെ ഗാഢനിദ്ര എന്ന പേരിൽ ഈ ദിനം ആഘോഷിച്ചിരുന്നു. കാലാന്തരത്തിൽ ഇത് സ്വർഗാരോപണ തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ.